ഹലോ, അജിത്താണ്. അജിത് ഡെയിലി വേബ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഹെൽത്ത് മിക്സ് പൗഡറാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ: മക്കാന വേണം, കറുത്ത എള്ള് വേണം, വാൽനട്ട് വേണം, അണ്ടിപ്പരിപ്പ് വേണം, കപ്പലണ്ടി വേണം, പംകിൻ സീഡ് വേണം, ചിയാ സീഡ് വേണം, ബദാം വേണം. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പൊ നമ്മളിതെല്ലാം വറുത്തെടുക്കുകയാണ് ചെയ്തത്. വറുത്തെടുത്തിട്ട് പൊടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതെല്ലാം ഫ്രൈ ആക്കാൻ. ഓക്കെ, അപ്പൊ നമുക്കിനി കപ്പലണ്ടി ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പം കപ്പലണ്ടി ചൂടായിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ എടുത്തേക്ക് 100 ഗ്രാം വെച്ചാണ്. ഇനി നമുക്ക് പംകിൻ സീഡ്, നമ്മളെ മത്തങ്ങയുടെ കുരുവാണ്. അപ്പൊ നമ്മള് അതും ചൂടായിട്ടുണ്ട്. ബദാം ചൂടാക്കാം. ഓക്കെ, അപ്പൊ അതും ചൂടായിട്ടുണ്ട്. നമുക്ക് വാൽനട്ട് ചൂടാക്കാം. എന്നാ ചോദിക്കുക, എല്ലാം കൂടെ ഒന്നിച്ചിട്ട് ചൂടാക്കിയാൽ. പക്ഷെ ഇതിനെല്ലാം കനം കൂടുതലും കനം കുറവുള്ള സാധനങ്ങൾ. അപ്പൊ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ചൂടാക്കുന്നത്. അപ്പൊ അതും കഴിഞ്ഞു. ഇതിന്റെ ഒക്കെ പൗഡർ വാങ്ങാൻ കിട്ടും നാട്ടില്. കശുവണ്ടി, നമുക്ക് കശുവണ്ടി ചൂടായിട്ടുണ്ട്, അത് മാറ്റാം. ഫ്രൈ അതിന്റെ മണം വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലാക്സ് സീഡ്, അതും ഫ്രൈ ആയിട്ടുണ്ട്. അടുത്ത നമുക്കിനി എള്ളിടാം. എള്ള് ഇച്ചിരി തോനെ എടുത്തിട്ടുണ്ട് കേട്ടോ. എള്ള് 150 ഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളെ എള്ള് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത നമുക്കിനി മക്കാന ഇടാം. ഇത് നല്ല ഹൈ പ്രോട്ടീനുള്ള സാധനമാണ്. ഇത് നമ്മൾക്ക് പാലിനകത്തും ഒക്കെ കല പിടിക്കാം. പിന്നെ അത് വേണ്ടി ഇത് നമ്മൾ പോപ്കോൺ ഉണ്ടാക്കുന്ന കണക്ക് ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് മസാലയൊക്കെ പരട്ടി എടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് രാവിലെ സ്കൂളിൽ പോകുന്ന നേരത്തെ പാലിനകത്ത് ഇതിട്ട് കൊടുത്താലും മതി. കുടിച്ചിട്ട് എന്നിട്ട് നമ്മുടെ സിറപ്പുണ്ടല്ലോ, ഡേറ്റ്സിന്റെ, ആ പാലിനകത്ത് ഇത്തിരി ഡേറ്റ്സിന്റെ സിറപ്പൊക്കെ ഇട്ട് ഇത് കലക്കി കൊടുക്കുക. കുഞ്ഞുങ്ങളിത് കഴിക്കും. നല്ല സാധനമാണിത്. നമ്മൾ രാവിലെ ഹോർലിക്സോ അതൊക്കെ കഴിക്കുന്നതിനേക്കായും നല്ല. വീട്ടിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ പുറത്തുനിന്ന് മേടിക്കേണ്ട ഈ സാധനമൊക്കെ സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം ഉണ്ട്. എല്ലാം നമ്മൾ കുറേശ്ശെ മേടിച്ചോണ്ട് വന്നിട്ട് നമ്മളെല്ലാം വീട്ടിലൊന്ന് കണക്ക് വറുത്തിട്ട് പൊടിച്ചോ വെച്ച് കൊടുത്താൽ മതി കുഞ്ഞുങ്ങൾക്ക്. ഇതിപ്പം ഒരു ഹെൽത്തി ഫുഡല്ലേ. കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാവുന്ന, വലിയവർക്കും എല്ലാവർക്കും കഴിക്കാം. പ്രായമായവർക്കും കുറഞ്ഞവർക്കും എല്ലാവർക്കും കഴിക്കാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പാക്കാതെ ഇത് ഒരു ഗ്ലാസ് കുടിച്ചിട്ട് പോയാൽ മതി. പാലിനകത്തോ ചൂടുവെള്ളത്തിലോ ആണെങ്കിലും കലക്കാം നമുക്കിത്. ഇതിന്റെ കൂടെ പിസ്ത എന്ന് പറഞ്ഞാൽ ഉപ്പിടാത്ത പിസ്തയുണ്ട്, തോട് പൊളിച്ചത്, അതും കൂടെ ഇതിന്റെ കൂടെ ചേർത്ത് പൊടിക്കാം. അതും നല്ലൊരു സാധനമാണ്. അപ്പൊ നമ്മളെ മക്കാന ആയിട്ടുണ്ട്. ഇനി ഇതൊക്കെ തണുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ ഇനി പൊടിച്ചെടുക്കണം. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഇതെടുത്തിട്ട് ഇനി പൊടിക്കാം. ഒന്ന് തണുത്തതിന് ശേഷം പൊടിക്കാം കേട്ടോ. പക്ഷെ മിക്സിക്കകത്ത് നനവ് കാണരുത്. ഇനി നമ്മൾ എടുക്കുന്ന ഒരു സാധനത്തിനകത്ത് നനവ് കാണരുത്. നല്ല പൗഡർ കണക്കൊന്നും പൊടിയണ്ട. ഇച്ചിരി തരി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ പാല് കലക്കി കുടിക്കല്ലേ. നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം. എന്താ, എള്ളിട്ടപ്പം കറുത്തു. വെളുത്ത എള്ളോണല്ല, പക്ഷെ വെളുത്ത എണ്ണയെ കഴിച്ചിട്ട് ഗുണം കൂടുതൽ കറുത്തല്ല, തൊലിയുള്ള എള്ളിട്ടപ്പോഴത്തേക്ക് സംഗതി ആകെ മാറി, കളർ മാറി.
അപ്പൊ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. എന്തായാലും നമ്മൾ ഇത്ര പൊടിച്ചില്ലേ, ഇത് നമുക്കൊരു ഹെൽത്തി ഉണ്ടയും കൂടെ ഉണ്ടാക്കിയാലോ. അതിനാവശ്യമുള്ള സാധനങ്ങൾ കണ്ടേ, കുരുവളഞ്ഞ ഈന്തപ്പഴം എടുത്ത് നമ്മൾ അതിലേക്ക് നമ്മുടെ ഈ മിക്സ് കുറച്ചിട്ടു. നമുക്കിത് ഞെവിടാം. നിങ്ങൾ ഒരിക്കലും ഇതിനകത്ത് പഞ്ചസാര ഇടരുത്. പഞ്ചസാര ഇട്ടാൽ പിന്നെ അത് ഹെൽത്തി അല്ല. ഒന്നുകിൽ തേൻ ഒഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈന്തപ്പഴത്തിന്റെ സിറപ്പ് കിട്ടും. ആ സിറപ്പ് മേടിച്ച് ഇതിങ്ങനെ ആക്കി വെച്ചാലും രാവിലെ ആ മക്കൾ സ്കൂളിൽ പോകുമ്പോണ്ടല്ലോ ഒരു ഉണ്ട എടുത്ത് വായിൽ വെച്ച് കൊടുക്കുക, അവരത് കഴിച്ചുകൊണ്ട് പോക്കുള്ളൂ. അല്ലെ വൈകുന്നേരം വരുമ്പോഴും ഇത് കണക്ക് അത് കണക്ക് പ്രത്യേകിച്ച് നമ്മൾ ഇത് സ്ത്രീകൾ ഇത് കഴിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. കാരണം ആ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഒരുപാട് പ്രോബ്ലംസ് വരുന്നത്. ആണുങ്ങൾക്ക് ഇല്ലെന്നല്ല പറയുന്നത്, എന്നാലും ആണുങ്ങളെ അപേക്ഷിച്ച് സ്ത്രീകൾക്കാണ് കൂടുതലും ഹെൽത്ത് ഇഷ്യൂസ് വരുന്നത്. ഇത് ഏറ്റവും കൂടുതൽ നമ്മളെ പെമ്പിള്ളേരില്ലേ, പീരീഡ്സ് ആയി കഴിയുന്ന പെമ്പിള്ളേർ ഏറ്റവും നല്ല ബെറ്റർ സാധനം എന്ന് വെച്ചാൽ പെമ്പിള്ളേർക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാണ്ടല്ലേ അവർക്ക് ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ബ്ലഡ് കൊണ്ടിരിക്കുക. അവർക്ക് ബ്ലഡിനാണ് വേണ്ടി പറ്റിയ സാധനം. അവരുടെ ശരീരത്തിൽ ബ്ലഡ് പോകുമ്പോഴാണ് അവർക്ക് ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടാകും. ഇത് കഴിക്കാൻ പറ്റിയ ക്ഷീണവും തളർച്ചയൊന്നും കാണത്തില്ല. അപ്പൊ നമ്മുടെ ഹെൽത്തി ഉണ്ടയും റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതെല്ലാം ട്രൈ ചെയ്യണം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ നമ്മൾ പറയുന്നതാണ്, നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമ്മളെ കൂടെ കൂടണം എല്ലാവരും. അപ്പം ഓക്കെ, താങ്ക് യു.